നമസ്കാരം. ഒന്നും ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ചു പറയുന്ന രീതി പണ്ടേ ചിലർക്കുള്ളതാണ്. എന്നാൽ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഇടതുപക്ഷത്തിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് മുമ്പിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. കറുത്തതെന്ന് പറഞ്ഞാൽ കാക്കയാകുന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും അതിന് അല്പം പോലും മയമുണ്ടാകില്ല. കൊല്ലത്ത് CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ചിത്രയുടെ ഫോട്ടോ ഏറ്റെടുത്താണ് ഇപ്പോൾ ഈ അനാവശ്യമൊക്കെ ഓരോരുത്തർ വിളിച്ചു പറയുന്നത്. സൈബർ ലോകത്തിലാണ് ഇപ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ സ്വഭാവശുദ്ധി ചർച്ചയായിരിക്കുന്നത്. പ്ലാസ്റ്റിക് മുക്ത കേരളത്തിന്റെ ഭാഗമായി CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തവർക്ക് കുടിക്കാനായി വെള്ളം കൊടുത്തത് പ്ലാസ്റ്റിക് കുപ്പികളിൽ ആയിരുന്നില്ല. പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ചില്ലുകുപ്പികളിൽ സമ്മേളനത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച് അതിൽ വെള്ളം നൽകുകയായിരുന്നു. അത് ബിയർ കുപ്പിയാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ അന്ധതയുടെ ഭാഗമാണ്. അവർ കള്ളപ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയർ ആണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കാമെന്നാണ് വിഷയത്തിൽ ചിന്താ ജെറോം പ്രതികരിച്ചത്. CPM കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നത്. വരും കാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും. പ്രയോഗത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ രൂപമാണ് മാർക്സിസം. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണെന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുവിരുദ്ധർ പ്രചരിപ്പിക്കുന്നത്. രാഷ്ട്രീയാന്തത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ, അസത്യ പ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാവണം. ആരിഫ് മുഹമ്മദ് പരവൂർ എന്നയാളാണ് കരിങ്ങാലി വെള്ളം ചലഞ്ച് എന്ന പേരിൽ ഫേസ്ബുക്കിൽ ചിന്താ ജെറോമിനെ ആക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. എന്നാൽ ഹരിത പ്രോട്ടോകോൾ പാലിക്കണം എന്നത് പാർട്ടി തീരുമാനമാണ്. ഇതിനാലാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കിയത്. പകരം ചില്ലുകുപ്പിയിൽ വെള്ളം വിതരണം ചെയ്യുകയായിരുന്നു. വലിയ തോതിൽ കുപ്പികൾ ആവശ്യമായിരുന്നു. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടിയ കുപ്പി അതിന്റെ ആകൃതി ബിയർ കുപ്പിയുടേതായിപ്പോയി എന്നേ ഉള്ളൂ എന്ന് കാര്യം അന്വേഷിച്ച മാധ്യമ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്.